ഡയറക്ടർ ഓഫ് ഹലോ മമ്മി ആദ്യ സിനിമ തന്നെ നോക്കി ഇത്ര വലിയ സക്സസ് ആയിരിക്കുകയാണ്. ഫാമിലി ഓഡിയൻസിൽ നിന്നും ഇത്രയും വലിയ റെസ്പോൺസ് കിട്ടുകയാണ്. ആർക്കും ചോദിക്കട്ടെ, ഈ ജോണാണ് തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവം. ഹ്യൂമറുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ഫീലുണ്ട്. നമസ്കാരം. ഈ ഹലോ മമ്മി സിനിമ ഇപ്പൊ തിയേറ്ററുകളിൽ ഈ സമയത്ത് ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തിയേറ്ററിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി, ഞങ്ങളൊക്കെ കാണാൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാല് തിരിച്ചു തന്നെ ഇറങ്ങാം എന്ന ഓപ്ഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റും. അത്ര നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്ര നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചോദിച്ച ചോദ്യം, ഇതൊരു ഹൊറർ കോമഡി, ഫാന്റസി കോമഡി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. അതിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, പേഴ്സണലി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജോണറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ ആ ഒരു ജോണർ തന്നെ ആദ്യം സിനിമ വരണം എന്ന് വിചാരിച്ച് തെരഞ്ഞെടുത്തത്. ഈ സിനിമയിലും ഇത് കൂടാതെ തന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, ജോണി ആൻഡി ചേട്ടനുണ്ട്, പിന്നെ ടോളിയിൽ നിന്നും സമീർ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അതിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട്. അതെല്ലാം ഞങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ബോസ് മാച്ചാണ്. എന്ത് തന്നെയായാലും തിയേറ്ററിൽ പോയി കാണുക. കാരണം ആളുകളുടെ ഇടയിൽ തന്നെ കാണണം, എങ്കിലേ അതേക്ക് ഇതിനെ വൈകി വിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ നമ്മുടെ ഈ ഹലോ മമ്മിയുടെ ലൈഫായിട്ടുള്ള സാജു ചേട്ടൻ ഇൻവൈറ്റ് ചെയ്യാണ്. നല്ല എക്സ്പീരിയൻസ് എടുക്കുന്ന ഫീലിംഗാണ്. ഇതിനെ കയ്യൊക്കെ എടുത്താണ് നമ്മുടെ ഭാഗത്ത് ചെയ്യാനൊക്കെ. എനിക്ക് പേഴ്സണലി ഹൊറർ ഹ്യൂമർ, അങ്ങനെ കോമഡി എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പേഴ്സണലി അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹത്തിലോട്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. ഫാമിലിക്ക് ശേഷം ചെയ്യുന്ന പടമാണ് ഹലോ മമ്മി. എന്തായാലും നിങ്ങൾക്ക് ഓരോ റെസ്പോൺസ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇപ്പൊ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് തിയേറ്ററിൽ നല്ല ചിരികൾ വർഷങ്ങൾക്ക് ശേഷം യൂണിക് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചിരി നിങ്ങൾക്ക് ഞാൻ ഉറപ്പുവരുന്നു. താങ്ക് യു. നമുക്ക് അടുത്തതായി അദ്രി ജോണ് എന്ന് സംസാരിക്കാൻ നമുക്ക് വിളിച്ചാൽ, അദ്രി നിങ്ങൾക്ക് സംസാരിച്ചിരുന്നു, പക്ഷെ ഒരു പാട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടെ ഒരു പാട്ട് എന്തായാലും അദ്ദേഹത്തിനാണ് എല്ലാവരും നിങ്ങളുടെ സന്ദേശം പറയണം. പാട്ടൊക്കെ കേട്ട് ചേട്ടാ, ഡെഫിനറ്റ്ലി ഇവിടെ പാട്ട് എഴുതി പാടി പിള്ളേർ ഗംഭീരമായ പെർഫോമൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി കുന്തളിച്ച കാലമൊക്കെ അന്തരിച്ച് പിന്നെ നെഞ്ചിരഞ്ചരിച്ച കാലമൊക്കെ സഞ്ചരിച്ചു നഗരിച്ച് വേദനിച്ച നേരമെന്റെ കപ്പലെല്ലാം തീർന്ന് പുഞ്ചിരിച്ച് തമാശ പറയാം. അതിൽ അങ്ങനെ ഒരു തമാശ പറഞ്ഞിട്ടുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റും. എന്ത് ചോദ്യം നല്ല ചോദ്യങ്ങൾ, ക്വാളിറ്റി ചോദ്യങ്ങൾ.